സ്ട്രോബെറി തോട്ടത്തിലെത്തി. ഇതായി നിൽക്കുന്നതൊക്കെ സ്ട്രോബെറിയാണ്. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, ഈ ആപ്പിൾ മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട ആ കണ്ണൊക്കെ ഒരു ആപ്പിൾ അല്ലേ, അങ്ങനത്തെ ആപ്പിൾസ്. ഈ കാണുന്നതൊക്കെ സ്ട്രോബെറി ആണ് കേട്ടോ. ഇതൊക്കെ ചെറുതാണ്, നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വൈനുണ്ട്, ജാമുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ നിൽക്കുന്നത് അതാണ്, അതിൻ്റെ പൂവാന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ സ്ട്രോബെറി. ഞാൻ ഗ്രേപ്സ് തോട്ടത്തിൽ കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്ട്രോബെറി, ആപ്പിൾസ് ഇതുപോലത്തെയൊക്കെ കാണാൻ. പക്ഷെ ഇത് ആപ്പിളല്ല ഗൈസ്, വേറൊരു ഫ്രൂട്ടാണ്. നോക്കൂ, മുള്ളുള്ള ഫ്രൂട്ട്. ഇനി വല്ല കൊറോണയാണാവോ. ഇത് സ്ട്രോബെറി ജാമാണ്, സ്ട്രോബെറി ജാം. ഇവിടെയാണ് കേട്ടോ നമുക്ക് സ്ട്രോബെറിയുടെ ജാം, ജ്യൂസ്, വൈൻ, ബെറി അത് മേടിക്കാനൊക്കെ കിട്ടുന്നത്. അവിടെ അതാ ഒരു ഇതുണ്ട് സ്ട്രോബെറി. ആ സ്ട്രോബെറി കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതൊരു ഫോട്ടോയാണ്. വൈൻ എനിക്കും നോക്കട്ടെ, ഞാനും മേടിക്കാൻ പോകുന്നു. വൈനാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു വിനാഗിരിയുടെ ടേസ്റ്റ് മോഡൽ. ആ കണ്ണ സ്ട്രോബെറിയാണ്. വലിയ സ്ട്രോബെറി ഉണ്ട്, ക്ലാരിറ്റിനെ വരത്തേയില്ല. ഇത് പൈനാപ്പിളും ഫാഷൻ ഫ്രൂട്ടും ഇത് പൈനാപ്പിളും ഫാഷൻ ഫ്രൂട്ടും മിക്സ് ചെയ്തിട്ടുള്ള ജാമാണ്. കഴിച്ചു നോക്കാം. തിരക്കേടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി കേട്ടോ. മാള് വേണം നിൽക്കുന്നുണ്ട്. മമ്മ, പപ്പ, ആ അങ്കിളാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ജീപ്പിൻ്റെ. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചത് സ്ട്രോബെറിക്കൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ തന്നെ 300 രൂപയാണ്. പക്ഷേ ആ പാത്രത്തിൽ സ്ട്രോബെറി എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ അതാണ്ട ആ ഒരു സ്ട്രോബെറി പോലെയാണ്. ആ പാത്രത്തിലെ എല്ലാ സ്ട്രോബെറികളും ചെറുതാണ്. അതിന് തന്നെ ഒരു പാത്രത്തിന് 300 രൂപയുണ്ട്. അത് മേടിച്ചില്ല. പൈനാപ്പിളും ഫാഷൻ ഫ്രൂട്ടും ചേർന്ന ജാമും സ്ട്രോബെറി ജാമുമാണ് മേടിച്ചത്. പിന്നെ നമ്മുടെ സ്ട്രോബെറി വൈനില്ലേ, അതിന് 200 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതും മേടിച്ചില്ല. പിന്നെ ഇവിടെ കുറേ തൈകളുണ്ട്. സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വലിയതായിട്ടുണ്ടാവാത്ത. സ്ട്രോബെറിയുടെ പ്ലാന്റുകൾ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും ഞങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. ആളുവിൻ്റെ പുറകെ ഞാനും ഒരു പാലം കയറിയിട്ട് നമുക്ക് കുറേ വ്യൂ കാണാമല്ലോ. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതും സ്ട്രോബെറിയാണ്. ഇവിടെ പല ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ, പല തരം ഫ്രൂട്ട്സ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു പശുവിനെ കണ്ടു. പശുവാണ്, കാളാണ്, കൊമ്പുണ്ട്, പശുവല്ലേ. ഹായ്, സുഖല്ലേ? അങ്ങനെ നമുക്ക് പയ്യെ പോവാട്ടോ. ഒരു ഇരുമ്പ് വേലിയുടെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പം ഇത് ഇങ്ങനെ ഒരു ഗാർഡനാണ്. പൂ ഇങ്ങനെ പോവാട്ടോ നമുക്ക്. എനിക്ക് എടി അത് അടിപൊളി സ്ട്രോബെറിയാണ്. നോക്ക്, കണ്ടോ? സ്ട്രോബെറി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ചുവന്നതാണ്. സാധാ സ്ട്രോബെറി ഒന്നും അത്ര ഭംഗിയായിട്ട് ഇപ്പോൾ കണ്ടേലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ട്രോബെറി കേട്ടോ. ഈ തോട്ടത്തിൽ കയറി 2 കാണാതെ പറക്കായിരുന്നു. ഞങ്ങൾ മുന്തിരി തോട്ടത്തിൽ പോയപ്പോൾ 2 ഇങ്ങനെ പറക്കണ്ട, പക്ഷെ പലരും പറക്കണൊക്കെ ഉണ്ട്. ഇനി അല്ല, അതല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇഷ്ടപ്പെടുമല്ലോ. ഇതാ നോക്കി, അത് സീനായിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമുക്ക് ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഇത് ഞാൻ സ്ട്രോബെറിയാണ് ഇപ്പോൾ വിചാരിച്ചത്. അതാണ് ഏറ്റവും നല്ല സ്ട്രോബെറി. അത് ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ഫുൾ റെഡ് അല്ല, കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഇതാ. ഇനി ഞാൻ മാറ്റില്ല ഗൈസ്, കാരണം അത് ഫുള്ള് റെഡാട്ടോ. പക്ഷെ അത് മേടിക്കാൻ കിട്ടിയ കൊള്ളായിരുന്നു. ഇവിടെയല്ല ഇങ്ങനത്തെ മോഡൽ സ്ട്രോബെറി. ഇതൊക്കെ ഉണ്ടോ? അവിടെ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നുണ്ട്. എനിക്കിതിനെ കാണാതെ പറക്കുന്നുണ്ട്. അടുത്തായിരുന്നെങ്കിൽ രണ്ടെണ്ണെങ്കിലും പറക്കായിരുന്നു. ഇവിടത്തേക്ക് ഉണങ്ങിപ്പോയതാ, കണ്ടില്ലേ? ഒരു മേനില്ലാത്ത ഉണങ്ങിപ്പോയതാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ നടക്കുവാണ് കേട്ടോ. വീണ്ടും ഇനി നമുക്കൊരു ഹണി കണ്ടല്ലേ, തേനീച്ചയുടെ എന്തോ ഒരു ഇതുണ്ട്. ഒരു ഹണിയുടെ ഒരു സംഭവം. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ വന്നു. അതിൻ്റെ എന്തോ ഒരു സാധനം. ഇവിടെ ഹണിയാണേ. ഹണി ഞാൻ വല്ല വേറെന്തിലാന്ന് വിചാരിച്ചു. ഹണിയാണ് മൊത്തം. ഇവിടെയും സ്ട്രോബെറി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൽ കണ്ടോ, അവിടെയൊക്കെ സ്ട്രോബെറി നട്ടിട്ടുണ്ട്. റെഡ് കൊള്ളാം. ചോക്ലേറ്റ് ഗൈസ്. സ്ട്രോബെറി മേടിച്ചു കേട്ടോ. സ്ട്രോബെറി